ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. അപ്പോൾ എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പേരക്ക കൊണ്ടാണ് ഇന്ന് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. പുഡിങ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതാ പാലെടുക്കുകയാണ്. ഇത് 1 ലിറ്ററിൻ്റെ പാലാണ്. ഇതിൽ നിന്ന് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. 500 ml പാൽ കൊണ്ടാണ് ഞാൻ ഇന്ന് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ടിതാ ഞാൻ പാലെടുക്കുകയാണ്. 2 കപ്പ് പാലാണ് വേണ്ടത്. 500 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പാണ്. 250 ml കപ്പാണിത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് പാൽ വേണം. ഇപ്പോൾ ഇതാ 2 കപ്പ് പാൽ ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ 8 ഗ്രാം ചൈന ഗ്രാസ് ഒരു സോസ് പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ഇതാ പാല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരടുപ്പത്ത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പാലൊക്കെ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പുഡിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തണുപ്പിച്ച് കഴിക്കുന്ന ഒരു ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പഞ്ചസാരയൊക്കെ മധുരമൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അതാ പാലൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പിലും കുറച്ചുകൂടെ പേരക്കൻ്റെ പൾപ്പാണ്. പേരക്ക ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. പേരക്ക ജ്യൂസ് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഈ ഒരു പേരക്കൻ്റെ പൾപ്പിൻ്റെ അളവ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ പുഡിങ്ങൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ പുഡിംഗ് മിക്സ്ചർ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ഈ ഒരു മോൾഡിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പുഡിങ്ങൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പുഡിങ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിലിക്കോണിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പുഡിംഗ് മോൾഡിൽ ഞാൻ നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൻ്റെ അടിയത്തെ തട്ടിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ്ങൊക്കെ ഇതാ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പുഡിങ് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ് ഇതാ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിതാ കറുത്ത മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 3 കറുത്ത മുന്തിരി ഞാൻ നടുവിൽ വെച്ച് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ആട്ടോ, നല്ല യമ്മിയാണിത്. അപ്പോൾ ഈ പുഡിങ് എത്ര എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.